اشفع تشفع وقل يسمع وهو المقام المحمود قال رسول الله അള്ളാന്റെ ഹബീബിന്റെ മഖാം മഹ്മൂദ് ഇതാകുന്നു. ഇതാണ് മഖാം മഹ്മൂദ്. ആർക്കും ഇല്ലാത്ത സ്ഥാനം അള്ളാഹു കൊടുക്കുക ശഫാഅത്തിന് അധികാരം മഖാം മഹ്മൂദ് എന്ന് പുണ്യ നബി. മഖാം മഹ്മൂദ് ഇതാണ്. ആ മഖാം മഹ്മൂദിനകത്ത് ഏത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വൽഖബറ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته هذا شفاعتان مقام محمود شفاعتان قال رسول الله شفاعتنا ديغارا عسى أن يبعث النبي صلى الله عليه وسلم عسى أن يبعثك ربك مقاما محمودا مقام محمود لك الله പുണ്യ നബിയെ പറഞ്ഞേക്കും. അത് ശഫാഅത്തിന് അധികാരമാണ്. എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷപ്പെടുത്തും. ഇനി രണ്ടാമത്തെ അധികാരമാണ് നരകത്തിൽ നിന്ന്. നരകം വിധിച്ചിട്ടുള്ള ആളുകളെ തന്നെ രക്ഷപ്പെടുത്തുക. നരകം വിധിച്ചതിന് ശേഷവും അവർക്ക് രക്ഷപ്പെടുത്തുക. മഹ്ശറിൽ അവർക്ക് ഖളാവ് വരും. ആ ഖളായിൽ അവർക്ക് നരകം വിധിക്കും. പടച്ചോൻ നമ്മളെ കാക്കട്ടെ. മനുഷ്യന്മാര് നരകത്തെ വളയും. മനുഷ്യന്മാര് ഇബ്ലീസിന് വളയും. ഇബ്ലീസ് കൈമലർത്തും. ഇബ്ലീസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയും രക്ഷപ്പെടുത്തുന്നത് മുഹമ്മദ് നബി. ഇബ്ലീസിനെ വളയും. നീയല്ലേ ഞങ്ങളെ തെറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇബ്ലീസ് കൈമലർത്തും. ഇബ്ലീസ് പറയും ഞാൻ നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചിട്ടേ ഉള്ളൂ, നിർബന്ധിച്ചിട്ടില്ല, പ്രേരിപ്പിച്ചിട്ടേ ഉള്ളൂ. وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم. ഞാൻ നിങ്ങളോട് അല്ലാഹു നിങ്ങളോട് കരാർ ചെയ്തു പാലിച്ചു, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തു ലംഘിച്ചു. മാകാനലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅവതുക്കും ഫസ്തജബ്തും ലീ. നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള അധികാരമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇല്ലാ ദഅവതുക്കും ഞാൻ നിങ്ങളെ തെറ്റിലേക്ക് ക്ഷണിച്ചേ ഉള്ളൂ. ഫസ്തജബ്തും ലീ നിർബന്ധിക്കാതെ നിങ്ങൾ എൻ്റെ കൂടെ വന്നതാ. എന്നെ പിടികൂടുകയേ വേണ്ട. ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്കും കഴിയില്ല, എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കും കഴിയില്ല. രക്ഷപ്പെടുത്താൻ വേണ്ടി ചെന്നതാ. മനസ്സിലായില്ല? നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങളൊക്കെ അങ്ങനെ ആയത്, എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ഇബ്ലീസിനോട് വന്ന് പറയും. ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെന്താ സൂറത്തുർ റഅദിലുണ്ട് ഈ ആയത്ത്. മാ അൻതും ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി. അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യ, അങ്ങോട്ടും വയ്യ, അങ്ങോട്ടും വയ്യ. എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കും വയ്യ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്കും വയ്യ. ഒന്നിച്ച് നരകത്തിൽ പോകാം എന്ന് പറയും. ഖലാഹ് കഴിഞ്ഞു നരകത്തിലേക്ക് വരികയാ. അപ്പോൾ ഒരു വലിയ വിഭാഗത്തിനെ നരകത്തിൽ തൊടാതെ രക്ഷപ്പെടുത്തും. ആര്? സയ്യിദുനാ മുഹമ്മദുൻ. അധികാരം മുഹമ്മദ് നബിക്ക് മാത്രമാണ്. ഇത് സംബന്ധമായ ഒരുപാട് കാര്യം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ചില സംഭവങ്ങൾ കാണിക്കാം. ഒരിക്കൽ റസൂലുള്ളാഹി ഖൗല ഇബ്രാഹിം റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. സൂറത്ത് ഇബ്രാഹിമിന്റെ 36-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഒരിക്കൽ റസൂലുള്ളാഹി ഓടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി വേദനിച്ച് പറഞ്ഞ ആയത്ത്. പടച്ചോനെ, എൻ്റെ പിന്നാലെ പോകുന്നവർ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, തെറ്റ് ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു സയ്യിദുനാ ഇബ്രാഹിം. പിന്നെയോ വേറെയും ഒരു ആയത്തോടെ ഹബീബായ റസൂലുള്ളാഹി, അത് ഖൗലുഹു ഈസാ നബിയുടെ വാക്കാണ്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിച്ചാൽ അവർ നിന്റെ അടിമകളാ, നീ രക്ഷിച്ചാൽ നീയാകട്ടെ ഗഫൂർ റഹീമാണ് എന്ന ആയത്തും കൂടി ഹബീബായ റസൂലുള്ളാഹി. സുമ്മ റഫഅ യദൈഹി. ഈ രണ്ട് ആയത്തോടിയിട്ട് പുണ്യനബി കൈപൊക്കി. വഖാല ഉമ്മത്തി ഉമ്മത്തി സുമ്മ ബകാ. കൈ അങ്ങോട്ട് പൊക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു ഹബീബായ മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ, അർശിന്റെ അടുക്കലുള്ള സയ്യിദുനാ ജിബ്രീൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു. അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ല, ഒരു സംഭവം, ഒരു ബോധവൽക്കരണം. അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ല.
മാതാബിക്ക് എന്താണ് നിങ്ങളെ കരയിപ്പിച്ച കാര്യം എന്നൊന്ന് ചോദിക്കി മുഹമ്മദ് നബിയോട്. വല്ലാഹു അഅലമു ബിഹി, അല്ലാഹുക്കറിയാം എന്താ കാര്യം. ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഈ രണ്ടായത്തോട് ഈസ നബിയുടെ ഒരു പ്രാർത്ഥനയും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് പൊട്ടിക്കരഞ്ഞു ഹബീബായ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഫാതാഹു ജിബ്രീൽ, റസൂലുള്ളാഹിന്റെ അടുത്ത് ജിബ്രീൽ വന്നു. ഫസഅലഹു, എന്താണ് സംഭവം വെച്ചു. ഫഅഖ്ബറഹു വല്ലാഹു അഅലമു ബിഹി, അല്ലാഹുക്കറിയും പക്ഷേ അങ്ങനെ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഈ വാർത്ത കേട്ട് സയ്യിദ്നാ ജിബ്രീൽ മടങ്ങിപ്പോയി. എന്നിട്ട് തിരിച്ചു വന്നു. ഖാല, ജിബ്രീലിനോട് അള്ളാഹു പറഞ്ഞു, യാ ജിബ്രായീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് സയ്യിദ്നാ ജിബ്രീൽ മടങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ ഫഖുൽ ലഹു ഇന്നാ സനുർലീക ഫീ ഉമ്മതിക വലാ നസൂക. നിങ്ങൾ കരയരുത്, നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തുന്നതാണ്. اللهم الذي من أمة محمد التي وعدت عن أمته صلى الله عليه وسلم اللهم اجعلنا منهم. പടച്ചോനെ റസൂലുള്ളാഹിനെ ആ കൂട്ടത്തിൽ നീ തൃപ്തിപ്പെടുത്തുന്നല്ലോ. സനുർലീക ഫീ ഉമ്മതിക, നിങ്ങൾ കരയരുത്, നിങ്ങളെ ഉമ്മത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തുന്നതാണ് എന്ന് അള്ളാഹു പുണ്യ നബിയോട് പറഞ്ഞു എന്ന് സയ്യിദുനാ ജിബ്രീൽ വന്ന് പുണ്യ നബിയോട് ഈ സംഭവം കഴിഞ്ഞ ഉടനെ പറഞ്ഞുവെന്ന് ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹദീസ് കൂടി കണ്ടു, ഭയങ്കര ഒരു രസകരമായ സംഭവം. അൻ ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു قال سافرنا مع النبي صلى الله عليه وسلم. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടർ, ഞങ്ങൾ പുണ്യ നബിയോട് കൂടെ യാത്ര ചെയ്തു. ഹത്താ ഇദാ കാനൽ ലൈൽ, അരിഖത ഐനായ, എൻ്റെ കണ്ണിന് എനിക്ക് ഉറക്കം വന്നില്ല, ഞാൻ അങ്ങനെ കിടന്നു. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ നബിയോട് കൂടെ യാത്ര ചെയ്യായിരുന്നു, അങ്ങനെ എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഫലം യഅ്തിനിൽ നൗമു, എനിക്ക് ഉറക്കം വന്നില്ല. ഫഖുംതു, അങ്ങനെ ഞാൻ കിടക്കുന്നിടത്ത് എണീറ്റു. ഞാൻ എണീറ്റ് ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഫൈദാ ലൈസ ഫിൽ അസ്കരി ദാബത്തുൻ ഇല്ലാ വലാ ഖദ്ദഹു ഇലൽ അർളി. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുക, ഞങ്ങളൊരു യാത്രയിലാണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു, ഭയങ്കര സംഭവമാണിത്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ യാത്രയിലായിരുന്നു, എല്ലാവരും ഉറങ്ങാൻ കിടന്നു, നബിയും ഉറങ്ങാൻ കിടന്നു, ഞാൻ എണീറ്റു. എല്ലാവരും ഉറങ്ങാൻ കിടന്ന നേരാണ്, ഞാൻ എണീറ്റു. എണീറ്റപ്പോൾ ഒരാളുമില്ല, എല്ലാ മൃഗങ്ങളും ഉറങ്ങുകയാണ്, എല്ലാം ഉറങ്ങുന്നത് ഞാൻ കണ്ടു. അങ്ങനെ നടന്നു. ലാത്തിയാണ് ഫഖുൽതു ബി നഫ്സി, ഞാനിങ്ങനെ ചിന്തിച്ചു, ലാത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്തേ പോകാം. ഹത്താ അസ്ബഹ, റസൂലുള്ളാഹിന്റെ തമ്പിൻ്റെ അടുത്ത് ഇരിക്കാൻ നേരം വിളിക്കുന്നവരെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയി. ഫഖറജതു അതഖല്ലലു റിജാല ഹത്താ ഖറജതു മിനൽ അസ്കരി. അങ്ങനെ ഞാൻ തമ്പിന്റെ ഇടയിലൂടെ ചാടിക്കടന്നു. എന്നിട്ട് ഞാൻ തമ്പുകളുടെ പുറത്തേക്ക് വന്നു. ഫൈദാ ബിസവാരിൻ, അപ്പോൾ ഇങ്ങനെ ഒരു കറുപ്പ് അപ്പുറത്ത് ദൂരെ നിൽക്കുന്നത് കണ്ടു. ഫതയമ്മംതു ദാലിക സവാദ, അതിനെ ലക്ഷ്യമാക്കി പോയി. ഫൈദാ ഹുവ അബൂ ഉബൈദ ബിൻ ജറാഹ് വ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഞാനിങ്ങനെ തമ്പിന്റെ പുറത്ത് കിടന്നു. നോക്കുമ്പോൾ ഒരു ഇരുട്ടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ഞാൻ വേഗം ഇരുട്ടിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ രണ്ടാളാണ്. ഒന്ന് അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു. ഫഖാലാലി, എന്നെ കണ്ടപ്പോൾ അവരെന്നോട് ചോദിച്ചു, മല്ലദീ അഖ്റജക്, എന്തിനാ നീ ഇറങ്ങി വന്നത്? ഖുൽതു അല്ലദീ അഖ്റജ്തുമാ, എന്തിനാ നിങ്ങൾ വന്നത്? അതുകൊണ്ട് തന്നെ ഞാനും വന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നു. ഒരു മരത്തിന്റെ അരികിലെത്തി. ഫനഹനു ബിഗൈലത്തിൻ മിന്നാ ഗൈറ ബഈദ, കുറച്ച് അകലെ അല്ലാത്ത സ്ഥലത്ത് ഒരു മരം ഉണ്ട്. ആ മരത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങനെ പോയി. فإذا نحن نسمع فيها كدوي النحل وكخفيف الرياح. ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് എന്തോ പിറുപിറുക്കുന്നത് പോലെ ഞങ്ങൾ ഇങ്ങനെ കേട്ടു. രാത്രിയാണ്, എന്തോ തേനീച്ചയുടെ ഒരു ശബ്ദം പോലെ, കാറ്റിന്റെ മെല്ലെയുള്ള ഒഴുക്ക് പോലെ, എന്തോ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ പിറുപിറുക്കുന്നത് പോലെ ഞങ്ങൾ കേട്ടു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഫൈദാ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മരച്ചോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ
അബൂബൈദയാണോ എന്ന് ചോദിച്ചു. മുആദ്, അതെ മുആദ്. ഔഫാണോ എന്ന് ചോദിച്ചു. അതേ. ഫഖറജ ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ